ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ തറവാട്ടിലുള്ള കുട്ടികളും എല്ലാവരും കൂടി കൂടിങ്ങാണ്ടുള്ള ഒരു പരിപാടികളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളമ്മ മൊമെൻ്റ് കൊടുക്കലും കുട്ടികൾ പിന്നെ ഈ വർഷം SLC പാസ്സായ ഒരാളുണ്ട്. പിന്നെ ഡിഗ്രി BTech അതൊക്കെ കഴിഞ്ഞാലും ഈ വർഷമൊക്കെ പുറത്തിറങ്ങിയ പഠിപ്പ് കഴിഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ട്രോഫി കൊടുക്കലും മൊമെൻ്റ് കൊടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പാട്ടും കളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഒരു വ്യത്യസ്തമായ പെരുന്നാളാഘോഷമാണ്. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പുതിയ മോഡലൊക്കെ ആയി വരില്ലേ. അപ്പോൾ കുട്ടികളൊക്കെ പല പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വന്നപ്പം ചോറ് കൊണ്ടുവന്നിട്ട് കേട്ടോ. കാറ്ററിംഗ് ആണ്, അതുകൊണ്ട് പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി കുട്ടികൾ അടുക്കളയിലും ഡൈനിങ് ഹാളിലൊക്കെ ആയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ പല പരിപാടികളും ഉഷാറായിട്ട് നല്ല ഉഷാറിൽ നന്നായി എൻജോയ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അഞ്ചത്തിൻ്റെ കൈ കൊണ്ട് വയ്യട്ടാ. അപ്പോൾ ഓക്ക് മരുമോള് ചോറ് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവളെ കയ്യിനെന്താ മീമുള്ള് കുത്തിങ്ങാണ്ട് കയ്യെല്ലാം കൂടി പൊത്തുങ്ങാണ്ട് ഇപ്പോൾ കുറേ ദിവസമായില്ല മരോളും മോളൊക്കെ ആയിട്ട്. മോളധികം ഇവിടെ ഉണ്ടാവലില്ല. അപ്പോൾ മരോളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഓള് ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ചോറ് തിന്നണം. എല്ലാവരും ചോറ് കഴിപ്പ് കഴിഞ്ഞതിന് ശേഷമാട്ടെ നമ്മളെ പരിപാടികളൊക്കെ. അപ്പോൾ മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പാട്ട് പാടാൻ എല്ലാവർക്കും ഒരു അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടി. അപ്പോൾ നമ്മളെ അഞ്ചത്തിൻ്റെ മോൻ്റെ കല്യാണം അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് പാടിക്കൊന്ന് കേസിൽ നിൽക്കണം. പിന്നെ മ്യൂസിക് ഉണ്ട്, അതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്നാവാം. കോപ്പിറൈറ്റ് വരാതെ നിന്നാൽ മതിയേനി എന്ന് വിചാരിച്ചങ്ങാണ്ട്. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറ്റണ്ട് പിന്നെ സൗണ്ടൊക്കെ പോക്കേണ്ടി വരും. അപ്പോൾ കൊടുക്കാനുള്ള മൊമെൻ്റൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആങ്ങളുടെ മോന് ഇക്കുറി SLC പാസ്സായതാണ്. ഫുൾ A+ ഉണ്ട്. പിന്നെ മോന് കലാകായിക രംഗത്തൊക്കെ നല്ല മികവ് പ്രകടിപ്പിച്ചിരിക്കണേ. അപ്പോൾ ഓന് പിന്നെ സബ് ജില്ലയും കഴിഞ്ഞ് ജില്ല വരെ പോയിക്കണേ. അപ്പോൾ അതൊക്കെ ഓനക്ക് അപ്പോൾ ഓനൊന്ന് ആദരിക്കണ്ടേ. അപ്പോൾ SLCൻ്റെ ഒരാളും കേട്ടോ. +2കാരില്ല. പിന്നെ BTech ഡിഗ്രി പിന്നെ PG ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ മക്കളും മരുമക്കൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അഞ്ചത്തിൻ്റെ മരുമോളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഈ വർഷം ഇറങ്ങിയവർക്ക് കിട്ടാ. പിന്നെ നമ്മളെ അളാപ്പാൻ്റെ മക്കൾ ഓലൊക്കെ ഉണ്ട്. ഓരോരോ ഇതിലൊക്കെ മികവ് പ്രകടിപ്പിച്ചവർ നമ്മളെ അഞ്ചത്തിൻ്റെ ഓളിപ്പോൾ ടീച്ചറായിട്ട് ഇറങ്ങിയിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും മൊമെൻ്റ് കൊടുക്കുന്നുണ്ട്. അഞ്ചത്തിൻ്റെ മക്കൾ ചിലവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരമ്മമാരാട്ടോ വാങ്ങേണ്ടത്. അപ്പോൾ നമ്മളമ്മയാണ് കൊടുക്കേണ്ടത്. ഉമ്മാൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിക്കാണ്ട് ഉണ്ടാക്കിയതാണ് മൊമെൻ്റ്. കുഞ്ഞു മുട്ടായി വിതരണാട്ടാ. ഈ പഴയ കാലത്തെ മുട്ടായികൾ.
മുന്തിരി